പിന്നെ നമ്മളെ സമയത്ത് ആസ് എ ഡയറക്ടർ ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ റിഹേഴ്സൽ സമയത്തൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടി നോക്കും. അതിനുശേഷം ക്യാമറാമാനാണല്ലോ ഇത് കാണുക. ക്യാമറയിൽ കൂടി കാണുന്നത് ക്യാമറാമാൻ മാത്രമാണ്. നമ്മൾ തൊട്ട് ബാക്കിൽ നിൽക്കുക. ബാക്കിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഫ്രെയിമായിരിക്കും. അതിനപ്പുറത്തൊന്നും നമ്മൾ കാണുന്നുണ്ടാവില്ല. അതെല്ലാ ഡയറക്ടർമാരും അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഫ്രെയിം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അത് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് എന്ത് നടക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാലോ ഏതെങ്കിലും ഒരാൾ ക്യാമറയിലേക്ക് പെട്ടെന്ന് കയറി വരികയോ ഒക്കെ ചെയ്യാലോ. ഇപ്പോൾ പുറത്ത് റോഡിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് അതാണ് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവരോട് കൈയോട് ഇങ്ങനെ കാണിക്കും. എന്ന് വെച്ചാൽ അവൻ കയറി വരാൻ സാധ്യതയുണ്ട്. അവനെ മാറ്റുന്നതായിരിക്കും ഈ ആക്ഷൻ കാണിക്കുന്നത്. അത് മനസ്സിലാക്കണം അവർക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾ കയറി നടന്ന് വന്ന് ചിലപ്പോൾ ക്യാമറ നോക്കുകയും അപ്പോൾ അത് പെട്ടെന്ന് അയാളെ പിടിച്ച് മാറ്റും അവർ. ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഫ്രെയിം നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് ഡയറക്ടർമാർക്ക് അന്ന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം എന്തായിരിക്കും സ്ക്രീനിൽ വരുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത്.